ISRO വീണ്ടും ഞെട്ടിക്കുകയാണ്. മുമ്പ് ഞെട്ടിച്ച വാർത്തകളൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ പ്രേക്ഷകർ വല്ലാതെ ആശങ്കയിലായിരുന്നു. കാരണം ISROയെക്കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷകൾ വാനോളം ആകാശത്തിനും അപ്പുറത്തേക്ക് നമ്മുടെ ഇന്ത്യയുടെ ഖ്യാതി എത്തിക്കുന്ന സ്ഥാപനമായിരുന്നു ISRO. പക്ഷേ കുറച്ചായിട്ട് കേൾക്കുന്ന വാർത്തകൾ PSLV C61, 62ൻ്റെ പരാജയം, നമ്മുടെ DRDOയ്ക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷ് എന്ന ഒറ്റ പേരുള്ള ചാര ഉപഗ്രഹത്തിൻ്റെ പരാജയം, പിന്നീട് ISROയിൽ നിന്ന് കൂട്ടത്തോടെ മുതിർന്ന ശാസ്ത്രജ്ഞന്മാർ രാജിവെച്ചു പോകുന്നു എന്നുള്ള വാർത്തകൾ. ഇതെല്ലാം നമ്മൾ കൊടുത്തു. ISROയ്ക്കെതിരല്ല, ISROയെക്കുറിച്ചുള്ള നമ്മുടെ സ്നേഹവും ആധിയും കൊണ്ടാണ് ഈ വാർത്തകളൊക്കെ ചെയ്തത്. നമ്മൾ പറഞ്ഞ വാർത്ത പലതും ശരിയായിരുന്നു. അജിത് ഡോവൽ 2 PSLV ദൗത്യങ്ങളുടെ പരാജയത്തിന് ശേഷം പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രഹസ്യമായി ISROയിൽ വന്നു. അതിനുശേഷം ഒരു വിദഗ്ധ കമ്മിറ്റി ഉണ്ടാക്കി. കമ്മിറ്റി 2 PSLV ദൗത്യങ്ങളുടെയും പരാജയത്തെക്കുറിച്ച് പഠിച്ചു. അതിൻ്റെ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ വല്ലാതെ ISRO പരുങ്ങലിലാണോ എന്ന് സംശയിച്ചിരിക്കുകയാണ്. തയ്യാറാക്കി വച്ചിരിക്കുന്ന മറ്റുപഗ്രഹങ്ങൾ വിക്ഷേപിക്കേണ്ട എന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം വന്നത് നമ്മൾ മുമ്പ് സംസാരിച്ചു. കുമാർ സാറും ഞാനിവിടെ സംസാരിച്ചു. ആ തീരുമാനം മാറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ISROയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വാർത്ത പറയണം. അതും നമ്മൾ പറയണമല്ലോ. കാരണം നമ്മുടെ അഭിമാനമാണ് ISRO, നമ്മുടെ പ്രതീക്ഷയാണ് ISRO, നമ്മുടെ ഭാവി ISROയിലാണ്. അതുകൊണ്ട് അതും നമ്മൾ പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഈ വാർത്ത കാണുമ്പോൾ ISROയെക്കുറിച്ച് ആദ്യമൊക്കെ ISRO എന്ന് പറയുമ്പോൾ ഒരു റിപ്പോർട്ടറുടെ ജോലി എന്നുള്ളതായി കഴിഞ്ഞ് ഞാൻ ഒരിക്കലും ഇൻവോൾവ് ചെയ്യില്ലായിരുന്നു. പക്ഷേ സുനിലിൻ്റെ കൂടെ അഭിമുഖത്തിലൊക്കെ വന്നു കഴിഞ്ഞതോടുകൂടി എനിക്ക് ISRO എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരിക സുനിലിൻ്റെയാണ്. ആ സമയത്ത് ISROയുടെ ഓരോ പരാജയം സുനിലിന് വ്യക്തിപരമായി നേരിടുന്ന പരാജയം പലപ്പോഴും സുനിൽ പറയുക. അതെനിക്ക് ഒരു വല്ലാത്ത വികാരമാണ് ISRO എന്ന് പറയുമ്പോൾ. ISRO അത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റമിക് എനർജിയുടെ കാര്യം പറയുമ്പോഴും റിയാക്ടേഴ്സിന്റെ കാര്യം പറയുമ്പോഴും സുനിൽ വളരെയധികം ഇമോഷണൽ ആവാറ്. അല്ല, എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്ന് എനിക്ക് ശ്രീഹരിക്കോട്ടയിലും തുമ്പയിലും പോകണം എന്നുള്ളതാണ്. ഞാനിതുവരെ പോയിട്ടില്ല. ഞാൻ ഉറപ്പായിട്ട് പോകും. ഞാൻ എല്ലാ സ്പേസ് മിഷൻ്റെയും ഒരു 25-30 മിഷൻ ലോഞ്ചിങ്ങിന് ഞാൻ പോയിട്ടുണ്ട്. ചന്ദ്രയാൻ രാവിലെ 4 മണിക്ക് ചന്ദ്രയാൻ കാണാനായിട്ട് ഞാൻ പോയിട്ടുണ്ട്. രാവിലെ 4 മണിക്ക്. പിന്നെ അവിടെ ഞാൻ പോണതിൻ്റെ പ്രധാന ഉദ്ദേശം നല്ല ഊണിയിട്ട് ISROയിൽ. മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ അവിടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇതിനുള്ള സാധ്യതകൾ കുറവാണ്. നമ്മൾ തുമ്പയിൽ നിന്ന് വലിയ റോക്കറ്റൊന്നും വിക്ഷേപിക്കത്തില്ലല്ലോ. PSLV പോലെയുള്ളതൊന്നും തുമ്പയിൽ നിന്ന് പോകും. എല്ലാം അബ്ദുൽ കലാം ഐലൻഡിൽ നിന്നോ അല്ലേ, അത് മിസൈലുകളാണ് അല്ലേ. ബാക്കിയെല്ലാം ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് പോകുന്നത്. സതീഷ് ധവാൻ അതൊരു മൈറ്റി ഓർഗനൈസേഷനാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിലൊരു വല്ലാത്ത സന്തോഷമുണ്ട്. രാജ്യസ്നേഹം. ഇന്ത്യയുടെ സ്പേസ് പോർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പം നമ്മൾ കപ്പലുകളൊക്കെ വന്ന് അടുക്കുന്ന തുറമുഖം ഉണ്ടല്ലോ, കടലിലേക്ക് പോകാനായിട്ടുള്ളതാണ് പോർട്ട് എന്നുള്ള ഉദ്ദേശിക്കണം. പക്ഷേ ഇന്ത്യയുടെ സ്പേസ് പോർട്ടാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. അപ്പോൾ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 5-ാം തീയതി 6-ാം തീയതി ബാംഗ്ലൂരിൽ വളരെ സുപ്രധാനമായ ഒരു മീറ്റിംഗ് നടന്നു. അതായത് സിവിൽ സ്പേസ് ജോയിൻറ്റ് വർക്കിംഗ് ഗ്രൂപ്പ്, ഇന്ത്യയുടെ അമേരിക്കയുടെ അവരുടെ മീറ്റിംഗ് ആയിരുന്നു. അവർ നാസയിൽ നിന്നും നാസയുടെ ഡയറക്ടർ ഉൾപ്പെടെ മുതിർന്ന ശാസ്ത്രജ്ഞന്മാർ ഇന്ത്യയിലേക്ക് പറഞ്ഞെത്തി. അവരെന്നിട്ട് ഇന്ത്യൻ സ്പേസ് വിദഗ്ധരുമായിട്ട് 2 ദിവസം ചർച്ച നടത്തി. അവർ ഇരുകൂട്ടരും എന്താ പറയണത്, സിവിൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള സാങ്കേതിക വിദ്യ പരസ്പരം കൈമാറാൻ തീരുമാനിച്ചു. അതിനേക്കാൾ ഉപരിയായി വേറൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ നാസയുടെ നേതൃത്വത്തിൽ ചന്ദ്രൻ്റെ മറ്റേ സദേൺ പോളിൽ സൗത്ത് പോളിൽ സ്ഥാപിക്കുന്ന മൂൺ ബേസ് പ്രോഗ്രാം, ഒരു പെർമനൻ്റ് സ്ഥിരമായിട്ടുള്ള ഒരു കേന്ദ്രം അവിടെ സ്ഥാപിക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അവർ ഇന്ത്യയെ ക്ഷണിക്കാനായിട്ടാണ് ഇത്തവണ വന്നത്. ഇന്ത്യയെ ക്ഷണിച്ചു. അവർ ഇന്ത്യയുടെ നിങ്ങളും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യണം, നിങ്ങളുടെ സാങ്കേതിക വിദ്യ ഇതിനു വേണ്ടി ഉപയോഗിക്കാനായിട്ട് ഞങ്ങളുടെ കൂടെ ചേരണം എന്ന് പറഞ്ഞു ഇന്ത്യ ജോയിൻ ചെയ്യുന്നുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മറ്റൊരു വാർത്ത ഉണ്ടായിരുന്നു. ഈ അമേരിക്ക ചന്ദ്രനിലൊരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നു. അതിനുവേണ്ടി ഇന്ത്യയുടെ സഹായം തേടിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയായിട്ട് ജോയിൻറ്റ് വെഞ്ചറായിട്ട് ചെയ്യാമെന്ന്. ഓക്കെ കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ വന്നൊരു വാർത്തയാണ്. പിന്നെ അതിൻ്റെ പ്രോഗ്രസ് എന്തായി, ബാക്കി കാര്യങ്ങൾ എങ്ങനെ ഫർദർ എന്ത് നടന്നു എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ നോക്കിയിട്ടില്ല, നോക്കണം. ഇപ്പോഴാണ് പെട്ടെന്ന് ഓർത്തത്. ഇത്
ഒരു വലിയ ജമ്പാണ്. കാരണം സുനിലിന് ഓർമ്മയുണ്ടാവും, ന്യൂയോർക്ക് ടൈംസ് 2018 2019 മറ്റൊരു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചിരുന്നു. വല്ലാതെ നമുക്ക് മുറിവേറ്റൊരു കാർട്ടൂണായിരുന്നു. മംഗൾയാൻ, നമ്മുടെ ഈ ചൊവ്വയിലേക്ക് ഇന്ത്യ ഒരു ഉപഗ്രഹത്തെ അയക്കണമെന്ന് പറഞ്ഞപ്പോൾ ന്യൂയോർക്ക് ടൈംസ്, വെറുതെ അല്ല പ്രസിഡന്റ് ട്രംപ് പറയണം ആ പേപ്പർ ശുദ്ധ വിവരം കെട്ട പത്രമാണെന്ന് പറഞ്ഞത്. 2 പത്രങ്ങളോട് അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യമാണ്, വാഷിങ്ടൺ പോസ്റ്റും ന്യൂയോർക്ക് ടൈംസും. 2 നുണ മാത്രമേ എഴുതുള്ളൂ എന്നാണ് പറയുന്നത്. ടോയ്ലറ്റ് പേപ്പർ അതുവരെ വിളിച്ചു അദ്ദേഹം അവര്. അപ്പൊ അവര് ഒരു കാർട്ടൂൺ ഓർമ്മയില്ല, ആ കാർട്ടൂൺ ഒരു കർഷകൻ 2 കാളയും കൊണ്ട് സ്പേസ് ക്ലബിന്റെ വാതിൽ മുട്ടാണ്. അങ്ങനെ ഇരുന്ന ഇന്ത്യക്കാരനെ കളിയാക്കാനാണ് നമ്മൾ സ്പേസ് ക്ലബിലേക്ക് കയറാൻ വരുന്നു, നമ്മളിപ്പോഴും കന്നുകാലിയെ മേയിച്ച് നടക്കുന്നവരാണ് എന്നാണ് പറഞ്ഞത്. സുനിൽ ഇപ്പോഴും പറയില്ലേ, സ്പേസ് ആദ്യത്തെ ലോഞ്ച് കൊണ്ടാണ് സൈക്കിളിൽ വെച്ചിട്ടും അത് കഴിഞ്ഞ് ഒരു സാറ്റലൈറ്റിന്റെ ഭാഗം കാളവണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോയ കഥ ചിത്രങ്ങളെ പറ്റി പറയാറില്ലേ. അപ്പോൾ 2 കാളേനെ കൊണ്ട് ഇത്തവണ സ്പേസ് ക്ലബിൽ മെമ്പർഷിപ്പിന് പോയ രാജ്യത്തിന് അമേരിക്ക തന്നെ ആരാണോ പരിഹസിച്ചത് ആ രാജ്യം ഇവിടെ വന്ന് നമ്മളെ ഇൻവൈറ്റ് ചെയ്യണം, നിങ്ങൾ വരണം. നിങ്ങൾ അമേരിക്ക നമ്മുടെ പ്രധാനമന്ത്രിക്ക് വിസ നിഷേധിച്ചു, ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കും. പിന്നീട് ട്രംപ് വിളിക്കുകയാണ്, 3 തവണ വിളിച്ചിട്ട് ഈ അളിയൻ ഫോൺ എടുക്കുന്നില്ലോ എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ പ്രസിഡന്റ് കരയുന്നു, ഒന്ന് ഫോണെങ്കിലും എടുത്താൽ മതി എന്നുള്ളൂ. അപ്പോൾ അവരുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ അംഗമാവാനായിട്ട് ഇന്ത്യ കുറേ ശ്രമിച്ചതാണ് ഒരു കാലത്ത്. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്തൊന്നും സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയാണ് ചെയ്തത് ഇന്ത്യനെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ അംഗത്വത്തിന് വേണ്ടിയിട്ട്. പക്ഷേ ഇത്തവണ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനേക്കാളും വലിയ മൂൺ ബേസ് പ്രോഗ്രാമിലേക്ക് ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട റോളിൽ ഇന്ത്യ എത്തുകയാണ്. അതൊരു വലിയ അച്ചീവ്മെൻ്റാണ്. കാരണം ചന്ദ്രനിലെ ഒരു പെർമനൻ്റ് ബേസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മൾട്ടി പർപ്പസ് ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതൊരു ട്രാൻസിറ്റ് കേന്ദ്രമായിട്ട് മാറും. കാരണം ലോകത്തിൽ നിന്ന് ഇപ്പോൾ ഭൂമിയിൽ നിന്നും ബഹിരാകാശത്തേക്ക് പോകുന്ന സ്പേസ് എക്സ്പ്ലോറേഷൻ വിക്ഷേപിക്കുന്ന റോക്കറ്റുകളിൽ പോകുന്ന ബഹിരാകാശ സഞ്ചാരികൾ അവിടെ ഇറങ്ങി റെസ്റ്റ് ആൻഡ് റിക്കവറി പീരീഡ് കഴിഞ്ഞ് വീണ്ടും അവിടെ നിന്ന് കയറി പോകുന്ന ഒരു ഇടത്താവളമായിട്ട് മാറും. നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ ഇടത്താവളമില്ലേ, അതേപോലെയായിട്ട് മാറും. അതിൽ ഇന്ത്യയുടെയാണ് ഒരു വലിയ കോൺട്രിബ്യൂഷൻ വരാൻ പോകുന്നത്. അത് അവർ പറയാനുള്ള, അത് ക്ഷണിക്കാനുള്ള പ്രധാന കാരണമുണ്ട്. 2 വർഷം മുമ്പ് തോന്നുന്നു ഇപ്പം ലോകത്തിലെ ഏറ്റവും വലിയ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് അമേരിക്കയും ഇന്ത്യയും കൂടി വിക്ഷേപിച്ചു. സ്പേസ് അപ്പർച്ചർ നിസാർ എന്ന് പറയുന്നത് നാസ ഇന്ത്യ സ്പേസ് ആപ്ലിക്കേഷൻ നിസാർ, നാസ ISRO, പിന്നെ സ്പേസ് അപ്പർച്ചർ റഡാർ നിസാർ. അത് ഭൂമിയുടെ എല്ലാ റിമോട്ട് സെൻസിങ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഭൂമിയിൽ നടക്കുന്ന എല്ലാ മാറ്റങ്ങളും അത് പകർത്തും, ക്യാമറയിൽ പകർത്തി അതാത് സമയത്ത് അയച്ചു കൊടുക്കും. പിന്നെ നമ്മുടെ ഈ മഞ്ഞുമലകളുടെ ഉയരം, മഞ്ഞുമലകളുടെ മറ്റേ ഉരുകി വെള്ളമാകുന്നതിൻ്റെ ഇത്, പിന്നെ വനത്തിൻ്റെ ഏരിയയിൽ വരുന്ന വിസ്തീർണം, വനത്തിൻ്റെ ഏരിയയിൽ വരുന്ന മാറ്റങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം, ഇങ്ങനെ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട കുറേ അധികം ഫാക്ടേഴ്സ് ഈ നിസാർ എന്ന് പറയുന്ന ഉപഗ്രഹം വഴി നേടാൻ സാധിക്കും, നമുക്ക് കിട്ടാൻ സാധിക്കും. അത് പരസ്പരം ഷെയർ ചെയ്യും ഇന്ത്യ അമേരിക്ക. ആ സ്പേസ് അപ്പർച്ചർ റഡാർ അത് വളരെ സക്സസ്ഫുൾ ആയിട്ട്. അപ്പോൾ അതൊക്കെയാണ് ഇവരെ ഈ PSLV പരാജയം, GSLV പരാജയമൊക്കെ ഇതിൻ്റെയൊക്കെ ഭാഗമാണ്. ഇപ്പോൾ അമേരിക്കയുടെ ആണെങ്കിലും ജപ്പാൻ്റെ ആണെങ്കിലും ഫ്രാൻസിൻ്റെ ആണെങ്കിലും പല ലോഞ്ച് മെഷീൻസും തകരാറിലായിട്ടുണ്ട്. അവസാന നിമിഷം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, പലതും തകർന്ന് വീണിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ കാര്യമായിട്ടൊരു വലിയ പരാജയമായിട്ട് അമേരിക്ക അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അമേരിക്കയ്ക്ക് അവരുടെ ഡിസ്കവറിയൊക്കെ തകർന്നു പോയി. അതെ, അപ്പോൾ അമേരിക്ക ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യൻ ശാസ്ത്രജ്ഞരിൽ അവർക്ക് നല്ല ബഹുമാനമുണ്ട്, നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ എന്താ പറയണ ഈ മിഷന് അവർ ഇന്ത്യനെ തെരഞ്ഞെടുത്ത് ഇന്ത്യ ഇവിടെ വന്ന് ക്ഷണിച്ചിരിക്കുക അവർ. അപ്പോൾ ദാറ്റ് ഈസ് സംതിങ് വി ഷുഡ് ഫീൽ പ്രൗഡ് ഓഫ് ദാറ്റ്. പക്ഷെ ഇവിടെ മലയാളം പത്രങ്ങളിലൊക്കെ അത് ക്യാരി ചെയ്തോ അത് എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല ഓരോരുത്തർ. ഇത് ഇൻ്റർനാഷണൽ മാസികകളിലൊക്കെ ക്യാരി ചെയ്തു. ഞാൻ ഒരു മാസികയുടെ ഒരു നെറ്റിൽ ഞാൻ വായിച്ചത് ഇൻ്റർനാഷണൽ എയ്റോസ്പേസ് ജേർണൽ.
അവർ വളരെ പ്രധാനപ്പെട്ട വാർത്തയായിട്ടാണ് കൊടുത്തിരുന്നത്. ഇന്ത്യ ടു ജോയിൻ മൂൺ ബേസ് മിഷൻ, നാസാസ് മൂൺ ബേസ് മിഷൻ എന്ന് പറഞ്ഞിട്ടാണ്. ഒരു വലിയ കാര്യമല്ലേ അത് എത്രയാണെങ്കിലും. അല്ല, നമ്മുടെ മലയാള മാധ്യമ പ്രവർത്തകർക്ക് അത് ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവണമല്ലോ. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കുമാർ ചെല്ലപ്പൻ സാറ് നിങ്ങൾ പറയുന്ന പോലെ നല്ല ഫോമിലാണ്. അത് ഇന്ത്യ ലെവൽ അദ്ദേഹം തുടർച്ചയായിട്ടുണ്ട്. ഒരു കാരണവശാലും ഈ വീഡിയോകൾ മിസ്സാവരുത്. നിങ്ങൾക്ക് ഒരുപാട് പുതിയ വിവരങ്ങൾ കിട്ടുന്ന വീഡിയോകളാണ്. വാർത്തകൾ മാത്രമല്ല, പുതിയ അറിവും അദ്ദേഹത്തിൽ നിന്ന് കിട്ടും. ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുക. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ ഇന്ന് തന്നെ ചെയ്യണേ.